ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ്. ഇസാ ബേബിക്ക് നല്ല ചുമ, ഇന്നേക്ക് 3 ദിവസമായി. മരുന്ന് കൊടുത്തിനി, പക്ഷേ കുറവില്ല. അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ച്. രണ്ടാളും നല്ല ഉറക്കാണ്. അപ്പം ഇപ്പം ഏകദേശം സമയം വൈകുന്നേരം ആവാറായി. ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച ഇസാ ബേബി കരഞ്ഞ് നിലവിളിക്കും. അപ്പോൾ അവൾ അറിയാണ്ട് ഒന്ന് മെല്ലെ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് വരാം. ഓക്കെ, ഡ്രസ്സ് ചേഞ്ച് ആക്കുമ്പോഴത്തേക്ക് അവൾ എണീച്ച്. പക്ഷെ എവിടെയോ പോകുന്നതെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് കരയാത്തത്. ആൾ ഇപ്പോൾ കുറച്ച് ഹാപ്പിയാണ്, വേറെ എവിടെയല്ലോ പോകുന്നതെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് കേട്ടോ. പത്മ ഹോസ്പിറ്റലിൽ പത്മനാഭൻ ഡോക്ടറെയാണ് നമ്മളിപ്പോൾ ഇസാ ബേബിനെ കാണിക്കാറ്. വൈകുന്നേരം ആയതുകൊണ്ട് പത്മനാഭൻ ഡോക്ടർ അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സച്ചിൻ ഡോക്ടറാണ് കാണിച്ചത്. കുറച്ച് നേരത്തെ പോയതുകൊണ്ട് 3ാമത്തെ ടോക്കൺ തന്നെ കിട്ടി. അതുകൊണ്ട് വേഗം കാണിച്ചിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഏട്ടൻ അവിടെ നിന്ന് ഇസക്കുള്ള മരുന്നെല്ലാം വാങ്ങിക്കുന്നതാണ്. ഒന്നും തിന്നാണ്ടാണ് വന്നത്, അതുകൊണ്ട് വിശന്നിട്ട് വയ്യ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഇസാ ബേബിക്ക് ആവി പിടിക്കാനുണ്ട്, മരുന്ന് കൊടുക്കാനുണ്ട്. മുമ്പ് ഇവള് ചെറുതുണ്ടാകുന്ന സമയത്ത് ആവി പിടിക്കുമ്പോൾ ഭയങ്കര കരച്ചിലേനു. പക്ഷെ ഇപ്പം അതൊക്കെ മാറി അനങ്ങാണ്ടിരുന്ന് ആവി പിടിക്കും. അങ്ങനെ മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇസാ ബേബിനെ വീട്ടിലാക്കി. അവിടെ അമ്മയും ഏട്ടനും പിന്നെ അച്ഛനും ഉണ്ട്. അപ്പോൾ ഇസാ ബേബിനെ അവിടെ ആക്കിയിട്ട് ഞാൻ നേരെ ക്ലബിലേക്ക് വന്നു കേട്ടോ. ഡാൻസ് പ്രാക്ടീസ്, ഓണമൊക്കെ ആവാറായില്ല, പിന്നെ അത്ര ദിവസമേ ഉള്ളൂ. അപ്പോൾ നല്ല വൃത്തിയിൽ ഒന്നും കൂടി പഠിക്കാനുണ്ട്. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയ കുടുംബശ്രീ ഉണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഡാൻസ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് 2-3 വട്ടം കളിക്കുക, ബാക്കി എല്ലാവരും ഇരുന്നിട്ട് കഥ പറയലാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ്, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.